നമസ്കാരം. രാജ്യം ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ്. സംസ്ഥാനത്തും കാര്യങ്ങൾ ഒട്ടും വിപരീതമല്ല. പ്രത്യേകിച്ച് സ്കൂളുകളിലെ പരീക്ഷയൊക്കെ കഴിയുന്ന സമയമായതോടുകൂടി എല്ലായിടത്തും തിരഞ്ഞെടുപ്പ് പ്രചാരണവും രാഷ്ട്രീയ ചർച്ചയും ചൂടുപിടിക്കുന്നു. കേരളത്തിന്റെ തെരുവുകളും നഗരങ്ങളും ഒക്കെ സ്ഥാനാർത്ഥി പര്യടനവും രാഷ്ട്രീയ ചർച്ചകളും ഒക്കെ കൊണ്ട് ഇപ്പോൾ കൊഴുപ്പ് കൂടിയിരിക്കുകയാണ്. നിലവിൽ ഒരുപക്ഷെ കേരളത്തിലുള്ള മണ്ഡലങ്ങളിൽ ഏറ്റവും ചർച്ചയാവുന്ന ഒരു മണ്ഡലം കൂടിയാണ് മലപ്പുറം. അതിനുള്ള പ്രത്യേകമായിട്ടുള്ള കാരണം മലപ്പുറത്ത് മത്സരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവും നിലവിലെ MP-യുമായ PK കുഞ്ഞാലിക്കുട്ടി ആണ് എന്നത് തന്നെയാണ്. എന്നാൽ അതിന് മറുവശം ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി മലപ്പുറത്ത് വന്നിട്ടുള്ളത് VP സാനു എന്ന ഒരു വിദ്യാർത്ഥി നേതാവാണ് എന്നതുകൊണ്ട് തന്നെ ഒരുപക്ഷെ യുവാക്കളിൽ വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്താൻ VP സാനുവിന് കഴിയും എന്നുള്ള ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷകൾ തന്നെയായിരിക്കണം ഒരുപക്ഷെ PK കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള ശക്തനായ ഒരു നേതാവിനെതിരെ മത്സരിക്കാൻ ഒരു വിദ്യാർത്ഥിയെ തന്നെ കളത്തിലിറക്കിയത്. എന്നാൽ VP സാനുവിന്റെ പ്രചാരണത്തോടു കൂടി യുവാക്കളിലും പ്രത്യേകിച്ച് ക്യാമ്പസുകളിലും കോളേജുകളിലും സ്കൂളിലുമൊക്കെ വലിയ ഒരു ട്രെൻഡിംഗ് ആയി മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് മലപ്പുറത്ത് നിന്നും ഇപ്പോൾ വരുന്ന വാർത്തകൾ. ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് മുസ്ലിം വിദ്യാർത്ഥിനികൾ ചെയ്ത ഒരു പ്രചരണ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോയുടെ പ്രസക്ത ഭാഗങ്ങളിലേക്ക്. അടുത്ത വർഷത്തിലേക്കുള്ള പുതിയ പുസ്തകങ്ങൾ ഞങ്ങളുടെ കയ്യിൽ കിട്ടി. ഇടതുപക്ഷം ഞങ്ങളുടെ പക്ഷം അല്ല, നമ്മുടെ പക്ഷം. ഓരോ വോട്ടും ഇടതുപക്ഷത്തിന്. മലപ്പുറത്ത് മറക്കല്ലേ, ഓരോ വോട്ടും സാനുക്കാക്ക്. ലാൽ സലാം. മലപ്പുറത്ത് കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്നുള്ള രീതിയിലുള്ള അവകാശവാദങ്ങൾ തന്നെയാണ് ഇടതുപക്ഷം ഇപ്പോൾ ഉന്നയിക്കുന്നത്. അതിന് കാരണങ്ങൾ പലതാണ്. VP സാനു എന്ന വിദ്യാർത്ഥി നേതാവ് ഒരുപക്ഷെ യുവാക്കൾക്കിടയിലും പ്രത്യേകിച്ച് ക്യാമ്പസുകളിലും വിദ്യാർത്ഥി സമൂഹങ്ങൾക്കിടയിലും വലിയ രീതിയിലുള്ള സ്വാധീനമുള്ള ഒരു നേതാവാണ് എന്നതിന്റെ വലിയ നേർരേഖയാണ് ഒരുപക്ഷെ മലപ്പുറത്തെ ക്യാമ്പസുകളിൽ VP സാനുവിനെ ഏറ്റെടുക്കുന്ന ദൃശ്യങ്ങൾ എന്നാണ് ഇടതുപക്ഷം ഇപ്പോൾ അവകാശപ്പെടുന്നത്. മാത്രമല്ല 2004 സമാനമായ ഒരു ചരിത്രവിധിയായിരിക്കും കേരളത്തിൽ നിന്നും ഉണ്ടാവാൻ പോകുന്നത് എന്നും ഇടതുപക്ഷം അവകാശപ്പെടുന്നു. എന്തായാലും ഇതിലെ വിജയപരാജയങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. മാത്രമല്ല തിരഞ്ഞെടുപ്പ് പ്രചാരണ മേഖലയിലും ഇരു പാർട്ടികളും വലിയ രീതിയിലുള്ള വ്യത്യസ്തമായ ആശയവുമായി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ്. പല നാടിൻ പല വിഭവം നമ്മുടെ വില്ലേജിലും. ഓറിക്സ് വില്ലേജ്, സ്വാദും വിനോദവും ഒരുപോലെ അനുഭവിച്ചറിയാൻ വരൂ. ഓറിക്സ് വില്ലേജ്, ഹൈവേ ജംഗ്ഷൻ, സൗത്ത് കാഞ്ഞങ്ങാട്.